ഭർതൃഹരി മെഹ്താബിനെ പോലും ഒപ്പം നിർത്താൻ കഴിയാത്ത നവീൻ ബാബുവിനെ പാണ്ഡ്യൻ എന്നൊരു പുതിയ വിഗ്രഹത്തെ ഒഡീഷയുടെ മണ്ണിൽ കലിംഗനാട്ടിൽ നിലനിർത്താൻ പ്രതിഷ്ഠിക്കാൻ സാധ്യമാവില്ലെന്ന് പ്രഖ്യാപിക്കുന്നു ജഗന്നാഥരഥം. അവിടെ BJP-യുടേത്, BJD, നവീൻ ബാബു, ബിജു പട്നായിക്കിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന ആ മണ്ണിൽ ഒഡീഷയിൽ അസ്തമിക്കുന്നു നവീൻ പട്നായിക്. എനിക്ക് അവനവനെ തന്നെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു നേതാവിനെ കൊച്ചിയിൽ കാണാൻ കഴിയുന്നുണ്ട്. 2 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 1,93,091 വോട്ടുകളുടെ ലീഡ് നിലയുമായി എറണാകുളത്തിന്റെ സ്വന്തം ഹൈവേ ഇടാൻ എറണാകുളത്തെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാം. CPM ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നതാണ്. പക്ഷേ എറണാകുളംകാർക്ക് അത് ഒട്ടും മധുവിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പോയിന്റ് ആണ്. പഞ്ചാബിലെ ഖദൂർ സാഹിബിൽ ജയിലിൽ കിടന്ന് മത്സരിക്കുന്ന അമൃത്പാൽ സിംഗ് വാരിസ് പഞ്ചാബ് ദേ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. മേഖലയാണത്, തരൻ മേഖലയാണത് പഞ്ചാബിലെ. ആ തരൻ പക്ഷെ അത് വലിയ പഞ്ചാബിലെ രാഷ്ട്രീയത്തെ, പഞ്ചാബ് രാഷ്ട്രീയം ഇന്ത്യയോട് പറയുന്ന ചില പുതിയ നിരീക്ഷണങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം പഞ്ചാബാണ് കനൽ. അക്ഷരാർത്ഥത്തിൽ അതിർത്തി സംസ്ഥാനമാണ്. എളുപ്പത്തിൽ നിർവചിക്കാവുന്നതോ എളുപ്പത്തിൽ നിർദ്ധാരണം ചെയ്യാവുന്നതോ ആയ ഒന്നല്ല തീർച്ചയായും പഞ്ചാബ്. വാരിസ് പഞ്ചാബ് ദേ കടന്നെത്തുമ്പോൾ അത് ഒരുപാട് നെറ്റിയിൽ ചുളിവുയർത്തുന്ന ഒരു വിജയമായി. സാഹിബിന് 5 കൊല്ലവും ജയിലിൽ കിടക്കുന്ന ഒരാളായിരിക്കുമോ MP എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ പ്രേമലു, ഇപ്പോ 1 ലക്ഷമാകും. 1,60,000 രാഘവേട്ടൻ ബ്രാൻഡ് 1,60,60,000. എളമരം കരീമിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അമ്പരപ്പിക്കുന്ന പരാജയം. മുൻപും പലയിടത്തും എളമരം കരീം മുമ്പും തോറ്റിട്ടുണ്ട്. പക്ഷേ 2 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. കൊച്ചി രാജാവ് അഭിലാഷേ രാഹുൽ ഗാന്ധിയോട് നോക്കൂ, കോഴിക്കോട് പോലെ ഒരു മണ്ഡലത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ആ കോഴിക്കോടിന്റെ മണ്ണിലാണ് അഖിലേന്ത്യാ നേതാവായി CPM കാണുന്ന എളമരം കരീമിന്റെ ദയനീയ പരാജയം. അത് തീർച്ചയായും ഭരണവിരുദ്ധ വികാരത്തിന്റെ തേരേറി MK രാഘവൻ ബ്രാൻഡ് മുന്നേറുമ്പോൾ ആർക്കും അടിതെറ്റും. കണ്ണൂരിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പതറി നിൽക്കുന്ന CPM അവസാനമായി നിയമസഭയിൽ കോഴിക്കോട് കോൺഗ്രസ് ജയിക്കുന്നത് 2001-ലാണ്. എത്ര കാലമായി? 2006, 2011, 2016, 2021 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ പാർട്ടി കോഴിക്കോട് തകർന്നടിഞ്ഞില്ലാതാവുകയാണ്. ആ കോഴിക്കോടാണ് 4ാം തവണ MK രാഘവൻ പാർലമെന്റിലേക്ക് ജയിക്കുന്നത്, അതും ഇതുപോലെ ഒരു ഭൂരിപക്ഷത്തിന്. അല്ല, ഈ ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടിയിട്ട് CPM ബോധപൂർവമായി നടത്തുന്ന ശ്രമങ്ങൾ എപ്പോഴൊക്കെ നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം CPM-ന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ പൊന്നാനിയിൽ അവിടെ രണ്ടത്താണി ഹുസൈൻ രണ്ടത്താണി നിർത്തിയപ്പോ അത് അവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ട്. ഇത്തവണ അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ പ്രഭവ കേന്ദ്രം കോഴിക്കോടായിരുന്നു. എടുക്കുമ്പോൾ കക്ഷത്തിലുള്ളത് പോവാതെ നോക്കണം. അത്രയേ ഉള്ളൂ. കക്ഷത്തിലുള്ളത് വീട് പോയിരിക്കുന്നു. CPM-നെ മുരളീധരനാണ്. K മുരളീധരന് അവിടെ മത്സരിക്കാൻ വന്നപ്പോൾ വലിയ സ്വപ്നങ്ങളായിരുന്നു. തൃശ്ശൂരിൽ ഈ സമയത്ത് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ലീഡ് നിലയിൽ എത്രയാണെന്ന് അറിയാമോ? 64,455 വോട്ടുകളുടെ ലീഡ് നിലയിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മുന്നേറുന്നത്. ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ ആദ്യത്തെ പടക്കം പൊട്ടിക്കഴിഞ്ഞു, ലഡ്ഡു വിതരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു രാജാവിനെ പോലെ അങ്ങ് എഴുന്നള്ളുക എന്നുള്ളത് മാത്രമാണ് BJP-യുടെ ആഹ്വാനം.